ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 16ാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം നോക്കാം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, ആഗമാനന്ദ സ്വാമി, ചിന്മയാനന്ദ സ്വാമി, ചട്ടമ്പി സ്വാമികൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമിയാണ്. ഓപ്ഷൻ ബി, ആഗമാനന്ദ സ്വാമി. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: 38, 32, 34, 36 പല്ലുകളുടെ എണ്ണമാണ്. ശരി ഉത്തരം നിങ്ങൾക്കറിയാം, ഓപ്ഷൻ ബി, 32. അടുത്ത ചോദ്യം: കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻസ്: കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, മാംഗനീസ്. ശരി ഉത്തരം ഓപ്ഷൻ സി, സിങ്ക് ആണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ഡാർജിലിംഗ്, കൊടൈക്കനാൽ, മുസോറി, നീലഗിരി. ഓപ്ഷൻ ബി, കൊടൈക്കനാലാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. ശരി ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1990, 1993, 1994, 1996. ശരി ഉത്തരം ഓപ്ഷൻ ബി, 1993. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ആർ ബാലകൃഷ്ണപിള്ള, അക്കാമ ചെറിയാൻ, മന്നത്ത് പത്മനാഭൻ, കെ കേളപ്പൻ. ശരി ഉത്തരം ഓപ്ഷൻ ബി, അക്കാമ ചെറിയാനാണ്. അടുത്ത ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഓപ്ഷൻസ്: വൃക്ക, പാൻക്രിയാസ്, ശ്വാസകോശം, കരൾ. ഓപ്ഷൻ സി, ശ്വാസകോശമാണ്. ഭാവിയിലെ ഇന്ധനം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രജൻ ആണോ, ഓക്സിജൻ ആണോ, അതോ ഹൈഡ്രജൻ ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ ആണ്. 10ാമത്തെയും അവസാനത്തെയും ചോദ്യമാണ് ഈ സെറ്റിലെ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ് താഴെ തന്നവയിൽ? ഓപ്ഷൻസ്: കൃഷ്ണ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി മഹാനദി. ശരി ഉത്തരം ഓപ്ഷൻ സി, നർമ്മദയാണ്. 10 ചോദ്യങ്ങളിൽ എത്ര എണ്ണം ശരിയായി എന്നുള്ളത് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എഴുതി വെച്ച് പഠിക്കുക. ഈ തെറ്റിയ ചോദ്യങ്ങളെല്ലാം പരമാവധി എല്ലാ ദിവസങ്ങളും റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുക. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എക്സാം ഹോളിൽ തെറ്റാതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സോ 10ൽ 10ന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.